ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അത് നന്നായി ബീറ്റായതിനു ശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ചൂട് പാൽ വേണമെന്നൊന്നുമില്ല. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത പാൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. പാൻകേക്കിന് ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമുക്ക് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ഗോതമ്പ് മാവും നന്നായി മിക്സ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻകേക്കും കിട്ടും. കട്ടകളൊന്നുമില്ലാതെ അരിച്ചെടുക്കാം. അതിനുശേഷം വിസ്ക് കൊണ്ട് നമുക്ക് നന്നായി ഇത് ഇളക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായി ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ്. നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടണം. അതിനു വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് ചേർക്കണമെങ്കിൽ പാലും ചേർക്കാം. ബാറ്റർ ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൂസായാൽ നമ്മുടെ പാൻകേക്ക് റെഡിയായി കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവസാനം 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം. ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. പരത്തി കൊടുക്കണ്ട, കോരി ഒഴിച്ചാൽ മാത്രം മതി. ചെറുതായി എയർ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ ഇത് തിരിച്ചിടാം. തീ എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തേൻ നമുക്ക് അതിൻ്റെ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തേനാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം.